ആ സ്വർണം കണ്ടോ എങ്ങനെ വെട്ടിത്തിളങ്ങുന്നേന്ന്? എന്നാണെന്നുള്ള സ്വഭാവം കാണിക്കാൻ തുടങ്ങിയല്ലേ നീ? സ്വർണത്തെ നോക്കാതിരി, ദൈവത്തെ നോക്കാൻ നോക്ക്. നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്ക്. അമ്മേ മഹാമായെ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണേ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അമ്മേ. ഇവിടെ എന്താടാ ചെയ്യുന്ന നീ? ഞാൻ ചാവി തേടുവടി. എടാ മണ്ട, ഫസ്റ്റ് സ്റ്റോർ റൂമിൽ പോയി ചെക്ക് ചെയ്യ്. പോ പോ. ശരി, രണ്ടുപേരും പോവാ. എന്താ പേടിയുണ്ടോ നിനക്ക്? എന്ത് പേടി? നീ എന്റെ ഈഗോയെ ടച്ച് ചെയ്ത്. നീ നോക്ക്, പുലി പോലെ ഞാൻ പോയിട്ട് വലിയ പുലി പോലെ ഞാൻ തിരിച്ചു വരും. ഡാ, എന്താ പറഞ്ഞു നീ? വിശക്കുന്നു. ആപ്പിളോ? ആപ്പിൾ. എന്റെ ദൈവമേ. ആ, പുറത്തേക്ക് പോ. കൊള്ളാലോ. ഇതെന്താ, ഇതിന്റെ ടേസ്റ്റേ മാറിയിട്ടുണ്ടല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ? ഈ ചാവിയല്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയോ ഉണ്ടോ വെക്കുന്നത്? ഇതെന്താ, ഹെഡ്ഫോണോ? ആ, ഹെഡ്ഫോണാ. ചാവി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആരോ ഡോർ ഓപ്പൺ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരായിരിക്കും അത്? എന്തിനാ ഇവിടെ വന്നേക്കുന്നേ? ഇങ്ങോട്ടാണ് വരുന്നേ? ലിവന്മാരൊക്കെ ആരാ? കള്ളന്മാരാണോ? ഇമാരി അമ്പലം മൂട്ടിക്കാൻ വല്ല വന്നാണോ? എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം. ചേട്ടാ, CC ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണ്. പൂജാരി താനാണ് ഓഫ് ചെയ്തത്. തരുമെന്ന് ചോദിച്ചാൽ കോവിലിന് വരുമാനമില്ലാന്നും പറഞ്ഞ് ഉണ്ടായിരുന്ന ശമ്പളം കൂടി പാതിയാക്കി. പൂജാരിമാരും കമ്മിറ്റിയിലുള്ളവരൊക്കെ എങ്ങനെയാ ജീവിക്കുക? വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഗവൺമെന്റിന്റെ വാദം. ദേവി 20 കിലോ സ്വർണ്ണിട്ടുണ്ട്. എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ ബുദ്ധിമുട്ടാണ്. ആ സ്വർണ്ണമൊക്കെ മൊത്തമായിട്ട് ഉരുക്കി 2 ബിസ്ക്കറ്റായിട്ട് മാറ്റാം നമുക്ക്. ദേവി, നീ തന്നെ വേണം ഞങ്ങളെ രക്ഷിക്കാൻ. ചേട്ടാ, പോയ ദേവിയുടെ ഭാരം കുറച്ചിട്ടില്ല. ഇടോ, ശുദ്ധമാണല്ലോ അല്ലേ? കുളിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? പുത്തൻ ഷർട്ട് ഇട്ടോണ്ട് വന്നേക്കാ പൂജാരി. അതിനെന്തിനാണോ കോപ്പെടുന്നേ? കുളിച്ചിട്ട് വരാൻ പറഞ്ഞത് പ്രസാദം തരാൻ വേണ്ടിട്ടല്ല, ആ സ്വർണ്ണം എടുത്തോണ്ട് വരാനാ. ചെല്ല, പോയെടുത്തോണ്ടോ. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോവാ. വെറുതെ എന്തിനാ പോലീസിനെ സംശയിപ്പിക്കുന്നേ? നമുക്ക് മാസ്ക് വെച്ച് പണി നടത്തിയാ പോരായിരുന്നോ? വെറുതെ എന്തിനാ ഈ ക്യാമറയൊക്കെ ഓഫ് ചെയ്തേ? പൂജാരി, ടെക്നോളജിയൊക്കെ ഒരുപാട് പുരോഗമിച്ചു. തന്റെ പിൻഭാഗം കണ്ടാൽ മതി, പോലീസ് താൻ ആരാണെന്ന് കൃത്യമായിട്ട് പറയും. അതറിയാതെ എനിക്ക്. അതും ശരി തന്നെയാ. എത്ര നേരം ഒരു കാര്യത്തിന് പോയിട്ട് എന്നെല്ലോ വഴക്ക് പറഞ്ഞത്? പൂജാരി, ഞാനിവിടെ തന്നെയുണ്ട്. തനിക്ക് ദീർഘവീക്ഷണം കുറച്ച് കൂടുതലാ, അതുകൊണ്ടല്ലേ CCTV ഓഫ് ചെയ്ത്. എനിക്ക് മറവി ജാസ്തിയാ, അല്ലേ മുന്നേ ഓഫ് ചെയ്തേനെ. ഞാനല്ല ഓഫ് ചെയ്തത്, പല കമ്പനി നമ്പറും ആയിരിക്കും. ദൈവത്തിന്റെ ആഭരണം തന്നെ കൊള്ളയടിക്കാൻ വന്നില്ലേ? കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ തന്നെ വല്ലാത്ത റിസ്ക് എടുത്തിരിക്കുക. പറഞ്ഞ പെർസെന്റേജ് തരുമല്ലോ അല്ലേ? ആരെങ്കിലും അറിഞ്ഞാ ഇക്കാര്യങ്ങാനും പുറത്തറിഞ്ഞ പിന്നെ താൻ ബാക്കി ഉണ്ടാവില്ല. എനിക്കുള്ളത് കിട്ടിയാൽ ഞാനെന്തിനു പറയണം? മുഹൂർത്തം നല്ലതാന്ന് നോക്കൂ. ആ, അത്ഭുതകരമായ മുഹൂർത്തമാണ്. അടുത്ത 20 മിനിറ്റിനുള്ളിൽ പണി പൂർത്തിയാക്കണം, അല്ലെങ്കിൽ രാഹുകാലമാവും.
താമസം അമൃതം വിഷം. ഞങ്ങളുടെ ജോലി കഴിഞ്ഞ പിന്നെ താൻ വേണമെങ്കിൽ അമൃത കഴിച്ചോ. അയ്യോ, ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല. ഞാൻ ശുദ്ധനായ ബ്രാഹ്മണനാണ്. ഏതോ ഒരു നിമിഷത്തിൽ പണത്തിന് അല്പം ആഗ്രഹിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഏതോ ഒരു അയോഗ്യൻ എന്നോട് ചോദിക്കാതെ എന്റെ കയ്യിൽ കുറച്ച് കാശ് എടുത്തു വെച്ചിട്ട് ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ശരി വാ. അയ്യോ, കണ്ടല്ലോ, കുടുംബമൊന്ന് തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് എവിടുന്ന് കൊടുവാളൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയേ? പൂജാരി പറഞ്ഞോളൂ. ഇതെന്ത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്? അതിനെപ്പറ്റിയാണ് ഞാനും നിരീക്ഷേ. ഇപ്പോ വാച്ച്മാനൊന്നും മര്യാദക്ക് ജോലി ചെയ്യണില്ല, അമ്പലം കൂടി വൃത്തിയാക്കണില്ല. നമുക്കിതിന്റെ ആവശ്യമില്ല. വെറുതെ അത് കൈവെക്കണ്ട. കളഞ്ഞേക്ക് നടക്കുക. പൂജാരി പറഞ്ഞോളൂ. തന്റെ സമയം കൊള്ളാം. അത് ശരിയാ. എത്രയും പെട്ടെന്ന് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷം. എല്ലാം ദേവിയുടെ കടാക്ഷം. എടുക്കത് എടുക്ക. എന്താടത്? അവന്റെ കഥ ശുഭം. ദേവിയുടെ വിഗ്രഹത്തിലെ ഭാരം കുറയ്ക്കാൻ പറഞ്ഞപ്പോ നീ നിന്റെ പോക്കറ്റ് നിറയ്ക്കാൻ പറ്റിപ്പോയി ചേട്ടാ. ദേവിയെ എനിക്ക് പറ്റിക്കാം, പക്ഷെ നീ എന്നെ ചതിക്കാൻ പാടില്ലായിരുന്നു. അടിയത് അവനടുത്ത് പുറത്തു കളയടാ. അതാരാ നോക്കിയ? ചെന്നവളെ എങ്ങോട്ട് കൊണ്ടുവാ.
നിങ്ങൾ നിയമിച്ച കമ്മിറ്റി മെമ്പർ തന്നെയാണ്. താൻ എന്തൊക്കെയാ പറയുന്നത്? താനും വിഹിതം കൈപ്പറ്റുന്നതല്ലേ? അതോ മൊത്തമായിട്ട് ഞാനും എടുക്കണം? വാ നടക്ക്. അത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ദേവിയുടെ തിരുവാഭരണത്തോടൊപ്പം നിങ്ങൾക്കൊരു പെണ്ണിനെയും കിട്ടിയല്ലോ. സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താണല്ലോ. സന്തോഷമായില്ലേ? മറുപടി ഒന്നും പറഞ്ഞില്ല. കിട്ടില്ലടാ. ഇനി എത്ര നേരം വേണം ഒരു പീറെ പെണ്ണ് പിടിക്കാൻ? നന്നായി ഓടുന്നുണ്ടല്ലോ. ഓട്ട മത്സരത്തിൽ പങ്കെടുത്താൽ നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ്. ഇങ്ങോട്ട് പോടി.